there, this is Archana and you are watching speak-e. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ adjectives some and any എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് പഠിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് മാത്രമല്ല, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനും സഹായകമാണ്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. യൂസ് ഓഫ് some or any. നമുക്കറിയാം സം എന്ന വേർഡ് ഒരു പ്രോനൗൺ ആണ്. നമ്മൾ പ്രോനൗൺസിന്റെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. എക്സാമ്പിൾ, സം ആർ ദെയർ, ചിലർ അവിടെയുണ്ട്. ഈ സെന്റൻസിൽ സം എന്നത് സബ്ജക്റ്റിന്റെ പ്ലേസിലാണ്. സോ ഇതൊരു പ്രോനൗൺ ആയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പ്ലേസിൽ വരുന്നത് എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആയിരിക്കും. ഈ ഒരു സെന്റൻസ് നോക്കൂ. സം പീപ്പിൾ ആർ ദെയർ, ചില ആളുകൾ അവിടെയുണ്ട്. ഇവിടെ സം പ്രോനൗൺ ആണോ അതോ അഡ്ജക്റ്റീവ് ആണോ? ആഡ്ജക്റ്റീവ് അല്ലേ? പീപ്പിൾ എന്ന നൗണിന്റെ കൂടെയാണ് സം എന്ന വേർഡ് വന്നിട്ടുള്ളത്. അതിനാൽ ഇവിടെ സം ആഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ആളുകളുടെ ക്വാണ്ടിറ്റിയെ കാണിക്കാനായാണ് സം എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ സെന്റൻസിൽ സം എന്ന വേർഡ് ഒരു പ്രോനൗൺ ആയിരുന്നു, രണ്ടാമത്തെ സെന്റൻസിൽ അതൊരു ആഡ്ജക്റ്റീവ് ആണ്. സോ സം എന്നത് ഒരു പ്രോനൗണും ഒരു ആഡ്ജക്റ്റീവുമാണ്. ഇന്ന് നമ്മൾ സം ആൻഡ് എനി എന്ന ആഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൗ ടു യൂസ് സം ആൻഡ് എനി. സം ആൻഡ് എനിയുടെ ഉപയോഗം മിക്ക ഗ്രാമർ പുസ്തകങ്ങളിലും പറയുന്നത് ഇപ്രകാരമാണ്. That is, some is used in positive sentence and any is used in negative sentence. അതായത് സം എന്നതൊരു പോസിറ്റീവ് സെന്റൻസിലും എനി എന്നതൊരു നെഗറ്റീവ് സെന്റൻസിലും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നെഗറ്റീവ് സെന്റൻസിൽ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഉദാഹരണങ്ങൾ നോക്കാം. I have some books for you. നിങ്ങൾക്കായി എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ സം ബുക്സ്, സം എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതും പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ സം എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. സം ക്വസ്റ്റ്യൻസ്. ഇനി നെഗറ്റീവ് സെന്റൻസ് നോക്കാം. I do not have some problem. ഇങ്ങനെ നമ്മൾ പറയാറില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? I don't have any problem. എനിക്ക് പ്രശ്നമൊന്നുമില്ല. I am not going somewhere എന്ന് നമ്മൾ പറയാറില്ല. പിന്നെ എങ്ങനെയാണ് പറയാറ്? I am not going anywhere. ഈ രണ്ട് സെന്റൻസും നെഗറ്റീവ് സെന്റൻസ് ആണ്. നോട്ട് ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ എനി എന്ന ആഡ്ജക്റ്റീവ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ജനറൽ റൂൾ ഇതായിരുന്നു. സം ഈസ് യൂസ്ഡ് ഇൻ പോസിറ്റീവ് സെന്റൻസ് ആൻഡ് എനി ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് സെന്റൻസ്. എന്നാൽ ചില സമയത്ത് ഈ റൂൾസിനെ ക്രോസ് ചെയ്യുന്ന ചില ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കാം. കുറച്ചാളുകൾ ഇനിയും അവിടെ എത്തിയിട്ടില്ല. ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇങ്ങനെ പറയാൻ സാധിക്കുമോ? എനി പീപ്പിൾ ഹാവ് നോട്ട് റീച്ച്ഡ് ദെയർ യെറ്റ്. അതോ ഇങ്ങനെയാണോ പറയേണ്ടത്? സം പീപ്പിൾ ഹാവ് നോട്ട് റീച്ച്ഡ് ദെയർ യെറ്റ്. ഇതിലേതാണ് ശരി? സം പീപ്പിൾ ഹാവ് നോട്ട് റീച്ച്ഡ് ദെയർ യെറ്റ്. ഇവിടെ സം എന്ന ആഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. ബട്ട് നമ്മൾ നേരത്തെ പഠിച്ച റൂൾ പ്രകാരം ഇവിടെ എന്തായിരുന്നു ഉപയോഗിക്കേണ്ടത്? എനി ആയിരുന്നു അല്ലേ? നോട്ട് വന്നതിനാൽ എനി ആയിരുന്നു ഉപയോഗിക്കേണ്ടത്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നെക്സ്റ്റ്, ചില ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും? എനി പീപ്പിൾ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ് ഓർ സം പീപ്പിൾ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഇവിടെ ഏതാണ് ശരി? സെക്കൻഡ് വൺ, സം പീപ്പിൾ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ്. സോ ഇവിടെയും ജനറൽ റൂളിനെ ക്രോസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഉദാഹരണം കൂടി നോക്കൂ.
എൻ്റെ കയ്യിൽ കുറേ പെൻസ് ഉണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും എടുക്കാം. ഇതെങ്ങനെ പറയും? യു ക്യാൻ ടേക്ക് എനി വൺ. ഇവിടെ എനി എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സം എന്ന വാക്ക് പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെയല്ല, മറിച്ച് പോസിറ്റീവ് സെൻസ് മീൻ ചെയ്യുന്ന സെന്റൻസിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ എനി എന്ന വേർഡ് നെഗറ്റീവ് സെൻസ് കാണിക്കാൻ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും, ബട്ട് നമ്മൾ അതിൻ്റെ സെൻസ് ആണ് നോക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സെൻസ് ആൻഡ് സെന്റൻസ് ഇവ എങ്ങനെ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കി തരാം. ചില സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും, എന്നാൽ അത് കൺവേ ചെയ്യുന്ന സെൻസ് നെഗറ്റീവ് ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കൂ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. സെന്റൻസ് പോസിറ്റീവ് ആണ്. അവൾ സുന്ദരിയാണ്. മീനിങ്ങും പോസിറ്റീവ് ആണ്. ഷീ ഈസ് നോട്ട് അഗ്ലി. അവൾ വിരൂപിയല്ല. ഇവിടെ നോട്ട് വന്നതിനാൽ സെന്റൻസ് നെഗറ്റീവ് ആണ്, എന്നാൽ മീനിങ് പോസിറ്റീവ് ആണ്. ഹി ഈസ് റിച്ച്. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, സെൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡ്, ഹി ഈസ് നോട്ട് പുവർ. ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, എന്നാൽ സെൻസ് പോസിറ്റീവ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെൻസ് ആൻഡ് സെന്റൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ സം എന്ന അഡ്ജക്റ്റീവ് പോസിറ്റീവ് സെൻസിനെ കാണിക്കാനും എനി എന്ന അഡ്ജക്റ്റീവ് നെഗറ്റീവ് സെൻസിനെ കാണിക്കാനും ഉപയോഗിക്കുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ഡാഷ് മാംഗോസ് ഫോർ യു. ഇവിടെ മീനിങ് പോസിറ്റീവ് ആണ്, സെന്റൻസും പോസിറ്റീവ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? സം ആണോ എനി ആണോ? ഐ ഹാവ് സം മാംഗോസ് ഫോർ യു. സെക്കൻഡ് വൺ, ഐ ഹാവ് ഡാഷ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, മീനിങ്ങും പോസിറ്റീവ് ആണ്. സോ സം തന്നെയാണ് ഇവിടെയും ആൻസർ. ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. തേർഡ് വൺ, ഐ വിൽ നോട്ട് ഈറ്റ് ഡാഷ് തിങ് ടുഡേ. സെന്റൻസ് നെഗറ്റീവ് ആണ്, നോട്ട് വന്നിട്ടുണ്ട്. മീനിങ്ങും ഇതിൻ്റെ നെഗറ്റീവ് ആണ്. സോ ഇവിടെ ഏതായിരിക്കും വരുന്നത്? എനി. ഐ വിൽ നോട്ട് ഈറ്റ് എനിത്തിങ് ടുഡേ. ഫോർത്ത് വൺ, ഷീ ഈസ് നോട്ട് ഗോയിങ് ഡാഷ് വെയർ. ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുപോലെ മീനിങ്ങും നെഗറ്റീവ് ആണ്. സോ ആൻസർ ഏതാണ്? എനി. ഷീ ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് എല്ലാം വളരെ ഈസി ആയിരുന്നു. സോ ഇതുകൂടി നോക്കാം. ഫിഫ്ത്ത് വൺ, ക്യാൻ യു സ്പെയർ ഡാഷ് ടൈം ഫോർ ദ പുവർ. നിങ്ങൾക്ക് കുറച്ച് സമയം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, ബട്ട് കൺവേസ് പോസിറ്റീവ് മീൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻസ് കൺവേ ചെയ്യുന്നു. സോ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? എനി ആണോ അതോ സം ആണോ? യെസ്, സം. ക്യാൻ യു സ്പെയർ some time for the poor. Sixth one, would dash man take money from the poor. പാവപ്പെട്ടവരിൽ നിന്ന് ആരെങ്കിലും പണം വാങ്ങുമോ? ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഉത്തരമായി നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അങ്ങനെ ആരും ചെയ്യില്ല എന്നതാണ്. സോ ഇല്ല എന്നതാണ് എക്സ്പെക്റ്റഡ് ആൻസർ. സെന്റൻസ് പോസിറ്റീവ് ആണ്, ബട്ട് അതിൻ്റെ സെൻസ് നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ നോ ആയിരിക്കും. ആരും പാവപ്പെട്ടവരുടെ പണം എടുക്കില്ല. സോ വി ക്യാൻ യൂസ് എനി ഹിയർ. വുഡ് എനി മാൻ ടേക്ക് മണി ഫ്രം ദ പുവർ. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ പോസിറ്റീവ് സെൻസിൽ എങ്ങനെ പറയും? യെസ്, സം മാൻ വുഡ് ടേക്ക് മണി ഫ്രം ദ പുവർ. അങ്ങനെയും ചില ആളുകളുണ്ട് പാവങ്ങളെയും പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവർ എന്ന് പറയാൻ ഇവിടെ നമ്മൾ സം എന്ന അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതിൻ്റെ സെൻസും പോസിറ്റീവ് ആണ്. ഇനി ഇപ്പോൾ പഠിച്ച രണ്ട് കേസിൽ നിന്നും ഡിഫറെൻ്റായ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ഉദാഹരണം നോക്കൂ. ആർക്കും ഡാൻസ് കളിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിബഡി ക്യാൻ ഡാൻസ് അല്ലേ?
ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ചോയ്സിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും അങ്ങനെ സംസാരിക്കുമ്പോൾ എനി ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. എൻ്റെ കയ്യിൽ കുറച്ച് പെൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം. ഇവിടെയും ചോയ്സിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് എനി വൺ ഓഫ് ദിസ്. Another example, if you have any problem you can call me. ഇവിടെയും ചോയ്സിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ചോയ്സിൻ്റെ കാര്യം വരുമ്പോൾ പോസിറ്റീവ് സെൻസ് ആണോ നെഗറ്റീവ് സെൻസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അവിടെ എനി ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തെല്ലാമാണ്? ഒരു സെൻറ്റൻസ് പോസിറ്റീവ് സെൻസ് ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ അവിടെ സം എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. അതല്ല നെഗറ്റീവ് സെൻസ് ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ എനി എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. പിന്നെ ചോയ്സിൻ്റെ കാര്യം പറയുമ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അവിടെ എനി ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഗ്രാമർ ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.